പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഡിസംബർ മാസം 31 തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ 2024 അവസാന ദിവസത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മെ ഏവരെയും പോറ്റിപ്പുലർത്തിയ സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിക്കാം. 2024 ജനുവരി മാസം 1 തീയതി കണ്ടവർ 2024 ഡിസംബർ മാസം 1 തീയതി കണ്ടവർ ഈ 31 തീയതി കാണാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവരെക്കാൾ ഒരു ഗുണവും ഒരു വിശുദ്ധിയും ഒരു നന്മയും പറയുവാൻ ഒരു യോഗ്യതയുമില്ലാത്ത നമുക്ക് ജീവനുള്ളവരുടെ ദേശത്ത് ഈ വർഷത്തിന്റെ അവസാന ദിനം സ്തോത്രത്തോടുകൂടി ആയിരിക്കാൻ കർത്താവ് ആയുസ് ദീർഘമാക്കിയതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ ദേശത്തിന്റെ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ കാത്തു പരിപാലിച്ചതിന് നന്ദി കരയറ്റാം. കഴിഞ്ഞ ഒരു വർഷക്കാലം അനുഭവിച്ച സകല നന്മകൾക്കും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വർഷത്തിന്റെ അവസാന ദിനത്തെ ജീവജലത്തിനായി പ്രാർത്ഥനയോടെ ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1 അധ്യായം 5 വാക്യം. ദ ബുക്ക് ഓഫ് ഹഗ്ഗായി ചാപ്റ്റർ 1 വേഴ്സ് 5 നാം ഇപ്രകാരം വായിക്കുന്നു. ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുവീൻ. 7 വാക്യവും കൂടെ ചേർത്ത് വായിക്കട്ടെ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുവീൻ. ചുരുക്കത്തിൽ 1 അധ്യായം 5 വാക്യവും 7 വാക്യവും ഒരേ വാക്യം തന്നെയാണ്. ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ധന്യനായ പ്രവാചക ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഹഗ്ഗായി പ്രവാചകൻ. 2 അധ്യായങ്ങളിലായി 38 വാക്യങ്ങളിൽ വളരെ ശക്തമായ ദൈവിക സന്ദേശം ഒട്ടും മറച്ചുവെക്കാതെ മഹാപുരോഹിതനായ യോശുവയോടും ദേശാധിപതി അഥവാ അന്നത്തെ ഗവർണറായിരുന്ന സെരുബാബേലിനോടും വളരെ ശക്തമായി താക്കീതോടുകൂടി ദൈവം തനിക്ക് നൽകിയ അരുളപ്പാട് മറച്ചുവെക്കാതെ പറഞ്ഞ ഒരു പ്രവാചകൻ. എന്താണ് ദൂത്? പറയുകയാണ്, ഈ ജനം പറയുന്നു, ദൈവാലയം, ദൈവത്തിന്റെ ആലയം പണിയുവാൻ സമയം ആയിട്ടില്ല. അതെ, ബാബേൽ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ജനം അവർ തങ്ങളുടെ ദേശത്ത് എത്തിയപ്പോൾ കഴിഞ്ഞ 70 വർഷം അവരെ നടത്തിയ ദൈവത്തെ, അവിടുന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തെ അവർ മറന്നു. എന്നിട്ട് അവർ അവരുടെ കാര്യങ്ങൾക്ക് ഓടുകയാണ്. വചനം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. അഥവാ ഹഗ്ഗായി ശക്തമായി സെരുബാബേലിനോടും മഹാപുരോഹിതനായ യോശുവോടും ചോദിക്കുകയാണ്, എന്റെ ആലയം പണിയാതെ, എന്റെ ആലയം തകർക്കപ്പെട്ട ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർക്കുവാൻ കാലമായോ എന്ന് പറഞ്ഞാൽ, നമുക്ക് മനസ്സിലാകാൻ പറഞ്ഞാൽ, ഇരുനില കെട്ടിടങ്ങൾ പണിയുവാൻ നിങ്ങൾ വ്യഗ്രതയോടെ ഓടുന്നു. പക്ഷേ എന്റെ ആലയത്തിന് വേണ്ടി
നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഒത്തിരി അധ്വാനിച്ചു, പക്ഷേ അല്പമേ കൊണ്ടുവന്നുള്ളൂ. കൂലിക്കാരൻ ഓട്ട സഞ്ചയിൽ തന്റെ കൂലി ഇടുന്നത് പോലെ നിങ്ങൾ പാടുപെട്ടെങ്കിലും ഒന്നും നേടുവാൻ കഴിഞ്ഞില്ല. നിങ്ങൾ എല്ലാ വിഭവങ്ങളും കൊണ്ടുവന്നു, പക്ഷേ ഞാനത് ഊതിക്കളഞ്ഞു. ഒന്നും നിങ്ങൾക്ക് ഗുണമായില്ല. നിങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് വില തരാതെ വണ്ണം ഞാനത് അടച്ചു കളഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് മലകളിൽ പോയി മരം മുറിച്ചു കൊണ്ടുവന്ന് എന്റെ ആലയം പണിയുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വർഷത്തെ അവസാന ദിനം വളരെ വ്യക്തമായി കഴിഞ്ഞ 5 വർഷത്തോളമായി ജീവജലം മുടങ്ങാതെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു വലിയ ദൂത് പറയുകയാണ്. 2024 കൈ നിറയെ ശമ്പളം വാങ്ങി, അരിയസ് വാങ്ങി, ബോണസ് വാങ്ങി, ധാരാളം പണം സമ്പാദിച്ചു, യാത്ര ചെയ്തു, കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു, ഭവനം വെച്ചു, വാഹനം വാങ്ങി എന്നു വേണ്ട, ഒരു പുരുഷായുസിൽ മനുഷ്യായുസിൽ വേണ്ടതെല്ലാം നിങ്ങൾ നേടി. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി, ദൈവാലയത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ നിങ്ങളും എന്ത് ചെയ്തു? ഓർക്കണം, കഴിഞ്ഞ ദിവസവും ജീവജലത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോടത് ഓർമ്മിപ്പിക്കുകയുണ്ടായി. പ്രിയ ദൈവമക്കളെ, തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ല. ദുഃഖം, ദാരിദ്ര്യം, സങ്കടം, വിഷമം. അതുകൊണ്ട് വേദന നിറഞ്ഞ ജീവിതയാത്രയിൽ 1-ാം അധ്യായം 5-ാം വാക്യവും 7-ാം വാക്യവും ആവർത്തിച്ചു പറയുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. കൺസിഡർ യുവർ വേസ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ വന്ന വഴികളെ വിചാരിച്ചു നോക്കുക. 2024 വിചാരിച്ചു നോക്കുക. പ്രിയമുള്ളവരെ, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സഹോദരങ്ങൾ പറഞ്ഞതോ, കൂട്ടുകാർ പറഞ്ഞതോ, ജോലി ചെയ്യുന്ന കൊളീഗ്സ് പറഞ്ഞതോ, കൂട്ടായ്മയിൽപ്പെട്ടവർ പറഞ്ഞതോ, സഭയിൽപ്പെട്ടവർ പറഞ്ഞതോ, പറഞ്ഞുണ്ടാക്കിയതോ വിചാരിച്ചു നോക്കാനല്ല വചനം പറഞ്ഞത്. അവരവരുടെ മനസ്സാക്ഷിയോട് ചോദിച്ചിട്ട് ഒന്ന് വിചാരിച്ച് ചിന്തിക്കുക, സ്വയം ശോധന ചെയ്യുക. എന്താണ് സംഭവിച്ചത്? ദൈവവേല, പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, കൂട്ടായ്മ, ആരാധന, ദശാംശം, ദൈവവേലയിൽ എന്റെ പ്രാധാന്യം, ഇവയെല്ലാം മാറ്റിവെച്ചിട്ട് നീ എന്തുണ്ടാക്കിയാലും എത്ര ഓവർ ടൈം ചെയ്താലും സഹോദര സഹോദരി, വെള്ളത്തിൽ വെച്ച വര പോലെയാണ്. ഒന്നുകിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നിങ്ങൾ ഈ 2 അധ്യായവും വായിക്കണം. ഒന്നുകിൽ നമ്മുടെ കുഞ്ഞുങ്ങളത് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊടിച്ച് തീർത്തുകളയും, അല്ലെങ്കിൽ അത് ആശുപത്രിയിൽ കൊണ്ടുപോകും. അതുമല്ലെങ്കിൽ ആരെങ്കിലും അത് നമ്മുടെ കയ്യിൽ നിന്നും കബളിപ്പിച്ച് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകും. എന്തെങ്കിലും സംഭവിച്ചിരിക്കും. അത് നമുക്ക് ഒരു വിധത്തിലും ഗുണപ്രദം ആവുകയില്ല. അതുകൊണ്ട് ഈ വർഷത്തിന്റെ അവസാന ദിനമായ ഈ 31-ാം തീയതി വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, എന്നോട് ഒരുപക്ഷെ അമർഷമോ ദേഷ്യമോ സങ്കടമോ തോന്നിയാലും എനിക്കതിൽ പരിഭവം ഇല്ല. കാരണം ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി പറയുന്നു, കഴിഞ്ഞ ഒരു വർഷത്തെ വിചാരിച്ചു നോക്കുക. വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ യഥാസ്ഥാനപ്പെടുക,
മടങ്ങി വരിക. അത് ആവർത്തിക്കാതെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് 2025 ഒരു പുതിയ പ്രതിഷ്ഠയോടും സമർപ്പണത്തോടും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. അതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ജോലി ചെയ്തിട്ട് എല്ലാം എന്തിയെ? ബാങ്കിലില്ല, സ്ഥലം വാങ്ങിയില്ല, സ്വർണം വാങ്ങിയില്ല, പ്രത്യേകിച്ച് ഒന്നും നേടിയില്ല. എന്നാൽ കിട്ടിയോ? കിട്ടി. 2023 2024 നല്ലതായിരുന്നു. പക്ഷെ എന്തിയെ? സമാധാനമുണ്ടോ? അതില്ല. സന്തോഷമുണ്ടോ? അതില്ല. മാതാപിതാക്കൾക്ക് കൊടുത്തോ? അതില്ല. ഓർത്തു നോക്കിക്കേ, ദൈവമക്കൾക്ക് കൊടുത്തോ? അത് ഒട്ടുമില്ല. എവിടെ പോയി? നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. ഈ വർഷാവസാന ദിവസം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഒന്നും ചിന്തിക്കണ്ട. ഹഗ്ഗായി പ്രവചനം 1-ാം അധ്യായവും 2-ാം അധ്യായവും മനസ്സിരുത്തി വായിച്ചിട്ട് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുക. 2024 ഞാൻ ബിസിനസ് ചെയ്തു, ജോലി ചെയ്തു, ഒത്തിരി നേടി, പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല, പക്ഷേ കയ്യിലൊന്നുമില്ല. എന്തുകൊണ്ട് എനിക്കത് ഗുണമായില്ല? എന്തുകൊണ്ട് എനിക്കത് നന്മയായി ഭവിച്ചില്ല? അതിന്റെ സകല ഉത്തരങ്ങളും ഈ ഹഗ്ഗായി പ്രവചനത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാകും. നാം വചനം വായിക്കുമ്പോൾ ദേശത്തിന്റെ അധിപനാണ് സെരുബാബേൽ. ഒരു കൽപ്പന കൊടുത്താൽ ഹഗ്ഗായി പ്രവാചകൻ അഴിയെണ്ണും അഥവാ തലവെട്ടിക്കളയാം. ആത്മീയ നേതാവാണ്, മഹാപുരോഹിതനാണ് യോശുവ. യോശുവയ്ക്കും പവറുണ്ട്. പക്ഷേ ആത്മീയ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും പ്രവാചകന്റെ വാക്ക് തള്ളിക്കളയാതെ, പ്രവാചകനെ കുറ്റം പറയാതെ, പ്രവാചകനെ തുറുങ്കിലടയ്ക്കാതെ, പ്രവാചകനെ ഒറ്റപ്പെടുത്താതെ അവർ അത് ശിരസായി ഏറ്റെടുത്ത് അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ, ഹല്ലേലൂയ, 2-ാം അധ്യായം അവസാന വാക്യങ്ങളിൽ പറയുന്നു, ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ട്, ഇനിയും മുന്തിരിവള്ളിയിൽ നിന്നും നിങ്ങൾക്ക് അനുഭവം തരാതിരിക്കുകയില്ല. സെരുബാബേലേ, ഞാൻ നിന്നെ മുദ്ര മോതിരമാക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ വാഗ്ദത്ത വചനം കേട്ട് കുറവുകളേറ്റു പറഞ്ഞ് മടങ്ങി വരുവാൻ തയ്യാറായാൽ എന്നെയും നിങ്ങളെയും മുദ്രമോതിരമാക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്ദയിൽ, പരിഹാസത്തിൽ, ദുഷിയിൽ, വേദനയിൽ, സങ്കടത്തിൽ, നെടുവേർപ്പിൽ കൂടെ ഈ വർഷാവസാന ദിനം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിത, സഹോദര, സഹോദരി, നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ തമ്പുരാന് കഴിയും. പക്ഷെ നാം എന്ത് ചെയ്യണം? നമ്മുടെ വഴികളെ വിചാരിച്ചു നോക്കണം. എവിടെയാണ് വീഴ്ച പറ്റിയത്? 2024 പല കാര്യങ്ങളും ചെയ്യുവാൻ ആയുസ്, ആരോഗ്യം, താലന്ത്, ഭവനം, തലമുറ, പണം, കഴിവ് ഒക്കെ തന്നിട്ടും മാറി നിന്നു, മടിച്ചു നിന്നു. പലരെയും ഭയന്ന്, നല്ല പിള്ള ചമഞ്ഞ് ഞാൻ നിങ്ങളും മാറി നിന്നു. കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്നാൽ നിങ്ങളുടെ വഴികൾ എന്താണെന്ന് വിചാരിച്ച് ഒരു നിമിഷം തിരിഞ്ഞു നോക്കി, അതെ, പ്രവാചക ശബ്ദത്തിന് ചുമൽ കൊടുക്കുവാൻ തയ്യാറായാൽ, ദൈവ പൈതലേ, 2025 നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും, കഴിഞ്ഞ ദിവസം നാം കേട്ടതുപോലെ വർധനവിന്റെയും ദിനരാത്രങ്ങളാക്കി തീർക്കും.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, 2024 അവസാന ദിനം ഹഗ്ഗായി പ്രവാചകൻ ആവർത്തിച്ച് 1-ാം അധ്യായം 5-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലും വിളിച്ചു പറയുന്നു, കൺസിഡർ യുവർ വേസ്. യെസ്, വി ഹാവ് ടു തിങ്ക് ട്വൈസ്. എന്താണ് 2024 ഞാൻ ദുഃഖിക്കുവാൻ കാരണം, തകരുവാൻ കാരണം, വീഴുവാൻ കാരണം, അസമാധാനത്തിന് കാരണം? ജോലി ചെയ്ത് കൈനിറെ പണയം നേടിയിട്ടും 24 ഗ്രാഫ് എടുക്കുമ്പോൾ ശൂന്യതയിൽ നിൽക്കുന്നതിന്റെ കാര്യം എന്താണ്? വഴികളെ വിചാരിച്ചു നോക്കുവീൻ, ഒരു മടങ്ങി വരവിന് തയ്യാറാകാം. അങ്ങനെയെങ്കിൽ എന്നെ നിങ്ങളെ മാനിച്ച് ഉയർത്തുന്ന ദൈവം ജീവിക്കുന്നു. ജീവജലത്തിന്റെ ശ്രോതാക്കളായ എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഹഗ്ഗായി പ്രവാചകന്റെ വാക്കുകൾ ഒരു വലിയ ദൈവിക അരുളപ്പാടായി മഹാപുരോഹിതനായ യോശുവയും ഗവർണറായ സെരുബാബേലും സ്വീകരിച്ച് അവർ ഏറ്റെടുത്ത് ജനത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർ അനുസരിച്ച് പാലിച്ചപ്പോൾ ദൈവം അവർക്ക് നിർത്തിക്കളഞ്ഞ, ഊതിക്കളഞ്ഞ, നഷ്ടപ്പെടുത്തിയ, അവർ ഓട്ടസഞ്ചിയിൽ കൂലിയിട്ടത് മുഴുവനും മടക്കി കൊടുത്ത് അവർക്ക് വേണ്ടി ഭണ്ഡാരങ്ങളെ തുറന്നു, അവരുടെ കൃഷിയിടങ്ങളെ വർദ്ധിപ്പിച്ചു, അവരെ മുദ്രമോക്കി മോതിരമാക്കുവാൻ തമ്പുരാന് പ്രസാദം തോന്നി. എന്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരെയും ഈ നിലകളിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിനം മാനിക്കട്ടെ. ഈ ദിനം ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് അപേക്ഷിക്കുകയാ, റിക്വസ്റ്റ് ചെയ്യുക, ദയവായി ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2 അധ്യായമേ ഉള്ളൂ, 38 വാക്യമേ ഉള്ളൂ. നിങ്ങൾ ഇന്ന് തന്നെ അത് വായിക്കണം. ഞാൻ പറഞ്ഞതൊക്കെ വിട്ടുകളയുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഹേമിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ വചനം നെഞ്ചത്ത് ചേർത്ത് വെച്ച് മുഴങ്കാലുകളെ മടക്കുക. അപ്പാ, 2024 ഞാൻ തെറ്റിപ്പോയി. അങ്ങയുടെ വഴിയിൽ എനിക്ക് ചെയ്യാമായിരുന്നു, പ്രവർത്തിക്കാമായിരുന്നു. പക്ഷേ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ജീവിച്ചു. അനേകരെ ഭയന്ന് ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ പോയി. സമ്മതിക്കാമോ? വിട്ടുകൊടുക്കാമോ? മുദ്രമോതിരമാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഈ ദിനം സർവശക്തനായ ദൈവം നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ദൈവകൃപകൾ കൊണ്ട് പൊതിയട്ടെ. 2024 അറിഞ്ഞോ അറിയാതെയോ വീഴ്ചകൾ, താഴ്ചകൾ, പോരായ്മകൾ, കുറവുകൾ, പിന്മാറ്റങ്ങൾ, പിറുപിറുപ്പുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വഴികളെ വിചാരിച്ചു നോക്കി ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ച് യഥാസ്ഥാനപ്പെട്ട് ദൈവകൃപയിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. ആ ആഹ്വാനം ശിരസാവഹിച്ചുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലുണ്ട് എന്ന് വചനം പറയുന്നത് 2024 അവസാന മണിക്കൂറുകളിലേക്ക് എത്തിയ, ഞങ്ങളെ അതിശയകരമായി നടത്തിയ, പരിപാലിച്ച ഒരു വർഷം കൂടെ അതാദിനങ്ങൾ കാത്തതിനായി നന്ദി കരേറ്റിക്കൊണ്ട് ഈ വർഷാവസാന ദിനം അടുത്തു വരുന്നു. ഹഗ്ഗായിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ച വലിയ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവാൻ, കുറവുകൾ സംഭവിച്ചത് മനഃപൂർവ്വമായി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ ദിനം മടങ്ങിവരവിന്റെയും യഥാസ്ഥാനത്തിന്റെയും ദിനമാക്കി തീർക്കണം. ദൈവജനം കേട്ട
പ്രാർത്ഥിക്കുന്ന, സമർപ്പിക്കുന്ന ഈ നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. എല്ലാ കൃപകളാലും നിറച്ചുകൊള്ളണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഹഗ്ഗായിൽ കൂടെ കേട്ട അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് പകർത്താം. നമ്മുടെ വഴികളെ വിചാരിച്ചു നോക്കിക്കൊണ്ട് ഒരു പുതിയ പാത വെട്ടി തുറന്ന് കഴിഞ്ഞകാല ജീവിതങ്ങൾ, പിഴവുകൾ, പോരായ്മകൾ ആവർത്തിക്കാതെ അവ ഏറ്റുപറഞ്ഞ് എന്നെയും നിങ്ങളെ മുദ്രമോതിരമാക്കുന്ന ദൈവകരങ്ങൾ സമർപ്പിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും തന്റെ ഭണ്ഡാരത്തിൽ നിന്നും ധാരാളമായി അനുഗ്രഹിച്ച് തന്റെ കൃപയോടെ നടത്തട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് us all.